ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പം അർജന്റീനയിലെ റയോയിലാണുള്ളത്. ഇന്നലെ ഞാൻ ഇവിടെയാണ് താമസിച്ചത്. ഒരു ലോക്കൽ ആളുടെ വീട്ടിലാണ് താമസിച്ചത്. ഇവിടെ ഓർലാൻഡിങ്ങിൻ്റെ ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നതാണ്, ഇവിടെ ഇങ്ങനെ സ്റ്റേ ചെയ്യുന്നതാണ്. നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഒരാൾ സൈക്കിളിൽ വന്നു എന്നാണ് പറഞ്ഞത്. ഞാൻ അതിൻ്റെ ഒരു പ്രൂഫ് കാണിച്ചത്. ഇവർ വരുന്നവരുടെ എല്ലാം കയ്യിൽ നിന്ന് ചെറിയ ചെറിയ കറൻസികൾ കളക്ട് ചെയ്യും. അതിങ്ങനെ ടേബിളിൽ വെച്ചിട്ടുണ്ട്. അതിൽ നമ്മുടെ ഇന്ത്യയുടെ നോട്ടുമുണ്ട്. ഇന്ത്യയുടെ 20 രൂപ നോട്ട്. പണ്ടൊരാൾ സൈക്കിളിൽ വന്നപ്പം ഇവിടെ വെച്ചിട്ട് പോയാണെന്നാണ് പറഞ്ഞത്. പല രാജ്യങ്ങളിലെ നോട്ടുണ്ട് ഇവിടെ. നമ്മളിങ്ങനെ റയോയ്ക്കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ചിലയിൽ കയറി നമുക്ക് അവിടെ നിന്ന് ഒരു ഫെറി എടുത്ത് അപ്പം ക്രോസ് ചെയ്ത് വീണ്ടും കുറേ പോയിട്ട് വീണ്ടും നമ്മൾ അർജന്റീന കയറണം. അങ്ങനെയാണ് ഇന്നത്തെ പരിപാടി. അപ്പം ഇന്ന് തന്നെ ഉഷയിൽ എത്താൻ പറ്റുമെന്ന് അറിയില്ല. ഫെറി ക്രോസിങ്ങും ബോർഡർ ക്രോസിങ്ങും ഒക്കെ ഉള്ളതുകൊണ്ട് ഇന്ന് തന്നെ എത്താൻ പറ്റുമെന്ന് സംശയമാണ്. ഇല്ലെങ്കിൽ നമുക്ക് 500 കിലോമീറ്റർ ഉള്ളായിരുന്നു. ഒരു 5-6 മണിക്കൂർ കൊണ്ട് എത്താവുന്ന ദൂരെ ഉള്ളായിരുന്നു. പുറത്ത് നല്ല തണുപ്പാണ്. ഏകദേശം 5 ഡിഗ്രിയാണ് ഇന്നുള്ളത്. കാറ്റ് രാവിലെ നല്ലപോലെ ഉണ്ടായിരുന്നു. ഇപ്പം പുറത്തിറങ്ങിയപ്പം കാറ്റ് കുറവാണ്. കാറ്റ് കൂടുതലുള്ളപ്പോഴാണ് ഭയങ്കര തണുപ്പാണ്. പുറത്തൊക്കെ നിൽക്കണമെങ്കിൽ ഇച്ചിരി പാടാണ്. ഏകദേശം കാനഡയിലെ അതേ സെയിം വെതറാണ് ഇപ്പോൾ ഇവിടെ. ഇവിടെ അടുത്ത് റയോയുടെ അടുത്തൊരു പെൻഗ്വിനെ കാണാനുള്ളൊരു സ്ഥലം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം പെൻഗ്വിനെല്ലാം മൈഗ്രേറ്റ് ചെയ്ത് ബ്രസീലിലോട്ട് പോയിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ ട്രിപ്പ് ക്യാൻസൽ ചെയ്തു. നേരെ ഉഷുവായിക്ക് പോവാണ്. ഇങ്ങനെ ഈ ട്രിപ്പിൽ കുറേ കാര്യങ്ങൾ മിസ്സായി. ഇക്വഡോറിൽ ഒരു ട്രെയിൻ ഉണ്ടായിരുന്നു, സിക്സാഗായിട്ട് പോകുന്നത്, മൗണ്ടൻ കയറുന്ന ഒരു മല കയറുന്ന ഒരു ട്രെയിൻ. നേരെയല്ല പോകുന്നത്, ഫ്രണ്ടോട്ട് പോകും, പിന്നെ റിവേഴ്സ് വരും. അങ്ങനെയാണ് മല കയറുന്നത്. അപ്പം അത് കാണാൻ പറ്റില്ല, മലയിടിച്ചിൽ കാരണം. അപ്പം ട്രെയിൻ നിർത്തി വെച്ചിരിക്കുകയാണ്. പിന്നുള്ളത് ബൊളീവിയയിലുള്ള ഡൈനോസർ ഹൈവേ എന്ന് പറഞ്ഞിട്ട് ഡൈനോസറിൻ്റെ ഫുട് പ്രിൻറ്റ്സ് ഉണ്ടായിരുന്നു. അവിടെ പോകാൻ പറ്റില്ല. പെട്രോളിന് ക്ഷാമം കാരണം നമുക്ക് അവിടെ പോകാൻ പറ്റിയില്ല. പിന്നെ ഉള്ളൊരു കാരണം വെച്ചാൽ അവിടുത്തെ കുറേയൊക്കെ പൊളിഞ്ഞു പോയി. ഇല്ലീഗൽ മൈനിങ് കാരണം അതെല്ലാം ഒരു മലയുടെ സൈഡിലായിരുന്നു ഫുട് പ്രിൻറ്റ്സ് ഉണ്ടായിരുന്നത്. അതിൽ മെയിൻ ഭാഗമെല്ലാം അടന്നുപോയി. പിന്നെ കുറച്ച് ഭാഗം അവിടെ ഉണ്ട്, പക്ഷേ നമുക്ക് പോകാൻ പറ്റുന്നില്ലായിരുന്നു ഈ പെട്രോളിന് ക്ഷാമം കാരണം. അത് യൂണി ഡെസേർട്ടിൽ നിന്ന് കുറച്ച് മാറിപ്പോകണം. അപ്പം അത്രയും നമുക്ക് പോകാനായിട്ടുള്ള പെട്രോൾ അടിക്കാനുള്ള സാഹചര്യം ഇല്ലായിരുന്നു. പെട്രോൾ കിട്ടാനും ഇല്ല. പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ പണി കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റിയില്ല. അങ്ങനെ കുറച്ച് നഷ്ടങ്ങൾ ഈ ട്രിപ്പിലുണ്ട്. എല്ലാ ദിവസവും പോലെ ഇന്നും മരുഭൂമി കൂടെ തന്നെയാണ് യാത്ര. സൈഡിലെങ്ങും ഒന്നുമില്ല. 2 സൈഡിലും ഒരു മനുഷ്യവാസമോ ഒന്നുമില്ല. സാധാരണ അൽപ്പാക്കയൊക്കെ കാണുന്നതാണ്, ഇന്ന് അതുമില്ല. അർജന്റീനയിലെ റോഡുകളെല്ലാം പൊതുവെ നല്ലതാണ്. നമുക്ക് നല്ല സ്പീഡിൽ പോകാൻ പറ്റുന്നുണ്ട്. ഇവിടുത്തെ മാക്സിമം സ്പീഡ് 100 ആണ്. 100 km/h ആണ്. പൊതുവേ നല്ല റോഡാണ്. ഇടയ്ക്കൊക്കെ ചെറുതായിട്ടൊക്കെ പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ടെന്നല്ലാതെ പൊതുവെ എല്ലാം നല്ല റോഡുകളാണ്. അതുകൊണ്ട് നമുക്ക് നല്ല സ്പീഡിൽ പോകാൻ പറ്റുന്നുണ്ട്. നമ്മളങ്ങനെ അർജന്റീന ചിലെ ബോർഡറിലെത്തി. ഇവിടുന്ന് പെർമിറ്റ് ക്യാൻസൽ ചെയ്തു. വണ്ടിയുടെ ടെമ്പററി ഇമ്പോർട്ട് പെർമിറ്റ് അത് വാങ്ങിച്ചു വെച്ചു. ഇനി ചിലെ കയറുമ്പോൾ വീണ്ടും എടുക്കണം. ഇനി വീണ്ടും ചിലയിൽ നിന്ന് ഇറങ്ങി അർജന്റീന എത്തുമ്പോൾ വീണ്ടും എടുക്കണം ടെമ്പററി ഇമ്പോർട്ട് പെർമിറ്റ്. മിസ്സായി ഭയങ്കര പ്രൊസീജിയറാണ്. ഇത് മിക്കവാറും അങ്ങെത്താൻ പറ്റും തോന്നുന്നില്ല, ഉഷയിൽ എത്താൻ പറ്റും തോന്നുന്നില്ല. ഇവിടെയും സ്കണ്ടൊക്കെ ഉണ്ട്. ചാട മാത്രമേ ഉണ്ടല്ലോ എങ്ങനെ. നമ്മളങ്ങനെ ചിലയിലേക്ക് കടക്കുകയാണ് വീണ്ടും. ആദ്യം ചിലയിൽ നിന്നാണ് നമ്മൾ അർജന്റീനയ്ക്ക് വന്നത്. ഇന്ന് വീണ്ടും ചിലയിൽ കയറുകയാണ്. ഇന്ന് തന്നെ വീണ്ടും ചിലയിൽ നിന്ന് ഇറങ്ങും. നമ്മൾ
ചിലെ ബോർഡറിലെത്തി. ഇനി ഇവിടുന്ന് വിസ സ്റ്റാമ്പ് ചെയ്യണം. ഇവിടെയും ടെമ്പററി ഇമ്പോർട്ട് പെർമിറ്റ് ഒക്കെ എടുക്കണം, എന്നിട്ട് പോകാൻ പറ്റുള്ളൂ. ഇതാണ് ചിലെ ബോർഡർ. ഉഷയ്ക്ക് പോകുന്ന വഴിക്കുള്ള ബോർഡറാണിത്. ഇനി അകത്ത് കയറി വിസയൊക്കെ സ്റ്റാമ്പ് ചെയ്യണം, ടെമ്പററി ഇമ്പോർട്ട് പെർമിറ്റ് എടുക്കണം. നമുക്കങ്ങനെ ചില ടെമ്പററി ഇമ്പോർട്ട് പെർമിറ്റും വിസയും എല്ലാം വീണ്ടും കിട്ടി. അങ്ങനെ ചിലയിലേക്ക് ഇറക്കുകയാണ്. നമ്മളങ്ങനെ ഫെറി ക്രോസിങ്ങിൻ്റെ അടുത്തെത്തി. ഇവിടുന്ന് ഇനി ഫെറിയിൽ കയറ്റിയിട്ട് വേണം നമുക്ക് അപ്പുറത്ത് പോകാനായിട്ട്. ഏതാണ്ട് $30 ഒരു കാറിനുള്ളത്. നമ്മൾ ഫെറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. കുറേ വണ്ടികളുണ്ട്. നല്ല കാറ്റുള്ളതും ഫെറി അവർ വിടത്തില്ല, അങ്ങനെ പ്രശ്നമുണ്ട്. അപ്പം നല്ല കാറുണ്ട് അത്യാവശ്യം. ഫെറി ഇവിടെ കാണാനില്ല, അപ്പുറത്തെ സൈഡിലോട്ട് പോയിരിക്കുകയാണ്. എനിക്ക് തോന്നുന്ന ഒരു 1-2 മണിക്കൂർ എടുക്കുമെന്ന് തോന്നുന്നു ഇവിടെ തിരിച്ചെത്താനായിട്ട്. ഞാൻ ഇവിടെ അടുത്തൊരു കടയിൽ കയറി. ഒരു ചെറിയ റെസ്റ്റോറൻ്റ് ഉണ്ട്, അവിടെ നിന്ന് ഒരു കോഫിയൊക്കെ മേടിച്ച് കുടിച്ചുകൊണ്ട് വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അമേരിക്കയിൽ ഓർലൻഡ് ചെയ്യുന്നവരുടെ മെയിൻ ഒരു ഡെസ്റ്റിനേഷനാണ് ഈ ഉഷുവായ. കൂടുതലും ജർമ്മനിയിൽ നിന്നുള്ള ആൾക്കാരാണ് ഇവിടെ വരുന്നത്. അവർ മോണ്ടവേഡയോ ഉറുഗ്വേയിലുള്ള മോണ്ടവേഡയോ എന്ന് പറയുന്ന സ്ഥലത്ത് വന്നിട്ട് അവിടുന്ന് നേരെ സൗത്തിലോട്ട് വന്നിട്ട് വീണ്ടും നോർത്തിലോട്ട് പോവുകയാണ് സാധാരണ പതിവ്. അവരുടെ ഒരു ഡെസ്റ്റിനേഷൻ, ഒരു റൂട്ട് അങ്ങനെയാണ്. ഇത് നോക്കിയാൽ അറിയാൻ പറ്റും ഇവരുടെ സ്റ്റിക്കർ, ഓർലാൻഡ് ചെയ്യുന്നവരുടെ സ്റ്റിക്കറുകളാണ്. എനിക്ക് അറിയാവുന്ന ഇതിൽ ആരെയും ഞാൻ കണ്ടില്ല. കുറേ നേരം ഞാൻ നോക്കി, നമുക്ക് അറിയാത്ത ഇഷ്ടം പോലെ ആൾക്കാർ യാത്ര ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വണ്ടി ഇറങ്ങി വരികയാണ്. എല്ലാ വണ്ടി ഇറങ്ങി കഴിഞ്ഞിട്ട് നമ്മുടെ ഇവിടെ നിന്നുള്ള വണ്ടിയിൽ കയറ്റുള്ളൂ. അങ്ങനെ വണ്ടികളെ കയറ്റിയിട്ട് തുടങ്ങി. നമുക്കും ഇനി വണ്ടി മൂവ് ചെയ്യാം. നമ്മളങ്ങനെ ഫെറിയിലോട്ട് കയറാണ്. അത്യാവശ്യം വലിയ ഫെറിയാണ്, 10-20 ട്രക്കൊക്കെ കയറാൻ പറ്റുന്ന ഒരു ഫെറിയാണ്. നമ്മൾ എല്ലാ വണ്ടിയുടെ ഇടയ്ക്കാണ്. 3-4 ട്രക്ക്, ഫ്രണ്ടിലെ ബാക്കിലെ സൈഡിലെ എല്ലാം ട്രക്കിന്റെ ഇടയ്ക്കാണ്. നമ്മളങ്ങനെ അടുത്ത സൈഡിലെത്തി. ഇനി എല്ലാം വണ്ടി ഇറങ്ങുവാണ്.
നമ്മളങ്ങനെ ഫെറിയിൽ നിന്ന് പുറത്തിറങ്ങി. പക്ഷേ ഞാൻ പേ ചെയ്തില്ല. പേ ചെയ്യുന്ന എവിടെയാന്ന് കണ്ടതുമില്ല. ഫെറിക്കകത്തില് പുറത്തുമില്ല. ഫ്രീ ആണെന്ന് തോന്നുന്നു, അറിയില്ല. ആരും പേ ചെയ്യുന്നൊന്നും കണ്ടില്ല. ഫെറിയിൽ ആരും പേ ചെയ്യുന്ന കണ്ടില്ല. ഒരു പിടിയില്ല എന്തുവാന്നുള്ളത്. ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇനി അടുത്ത കാര്യത്തിൽ സ്റ്റോപ്പ് ഉണ്ടോന്ന് അറിയില്ലേ പേ ചെയ്യാനായിട്ടുള്ളത് പുറത്ത്. നമ്മളങ്ങനെ വീണ്ടും ചിലെ ബോർഡറിലെത്തി. ചിലെ അർജന്റീന ബോർഡർ. ഇവിടുന്ന് പെർമിറ്റ് എല്ലാം ക്യാൻസൽ ചെയ്യണം. എന്നിട്ട് വേണം ഇനി വീണ്ടും അർജന്റീനയ്ക്ക് പോകാനായിട്ട്. ഇതാണ് ഓഫീസ്. അവിടെ ചെന്നിട്ട് ഇമിഗ്രേഷനിൽ പോകണം. നമുക്ക് പിന്നെ കസ്റ്റംസിലും പോകണം. നമ്മളങ്ങനെ ചിലെ ബോർഡർ ക്രോസ് ചെയ്തു. ഇനി നേരെ അർജന്റീനയ്ക്ക് പോവാണ്. ഇന്ന് ഒരു ദിവസം തന്നെ കുറേ ബോർഡർ നമ്മൾ ക്രോസ് ചെയ്യും, അർജന്റീന ചിലെയായിട്ട് തന്നെ. നേരെ വീണ്ടും അർജന്റീനയ്ക്കാണ്. ഇവിടുത്തെ പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞു. ടെമ്പററി ഇമ്പോർട്ട് പെർമിറ്റ് ഒക്കെ റിട്ടേൺ ചെയ്തു. ഇനി നമുക്കിനി അടുത്ത അർജന്റീന ചെന്നിട്ട് ഇനി വീണ്ടും ടെമ്പററി ഇമ്പോർട്ട് പെർമിറ്റ് എടുക്കണം. നമ്മളങ്ങനെ വീണ്ടും ചിലേന്ന് അർജന്റീന കയറി. ഇവിടുന്ന് ടെമ്പററി ഇമ്പോർട്ട് പെർമിറ്റ് മെസ്സേജൊക്കെ റെഡിയായി. ഇനി വീണ്ടും നമ്മൾ ഉഷയ്ക്ക് ട്രിപ്പ് കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ 2 പ്രാവശ്യം അർജന്റീന ബോർഡറും ചിലെ ബോർഡറും ക്രോസ് ചെയ്തു. അങ്ങനെ ഫൈനലി നമ്മൾ അർജന്റീനയിൽ നിന്ന് ഇനി ഉഷോയ പോവാണ്. ഉഷോയാണ് ഏറ്റവും ലാസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന വില്ലേജ് നമ്മുടെ സദേൺ കോണ്ടിനെന്റിലുള്ളത്. നമുക്ക് അവിടേക്ക് ഇന്ന് എത്തുമ്പോൾ ഇരുട്ടാവും. ഇനി ഏകദേശം ഒരു 250 കിലോമീറ്റർ ഉണ്ട്. ഇപ്പം 5 മണി കഴിഞ്ഞു. അപ്പം നാളെ കാഴ്ചകളൊക്കെ കാണാൻ പോകാൻ പറ്റുള്ളൂ.